بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد. എന്താണ് റിയ എന്ന് പറഞ്ഞാൽ? എന്താണ് റിയ? هو العمل لمدح الناس أو دفع ذمه. ജനങ്ങളുടെ മദഹിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ആക്ഷേപത്തെ തടയുന്നതിന് വേണ്ടിയോ ചെയ്യുന്ന അമലാണ്. ഇപ്പൊ റിയാ ഒരു അമലിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അഹ്വാലുകൾ നമ്മൾ പറഞ്ഞു, 3 അവസ്ഥകൾ. എങ്ങനെയൊക്കെയാണത്? ഒന്നാമത്തത് കേൾക്കുന്നില്ല. അതിന് അസ്ലം തന്നെ എന്താണ്? അമലിന്റെ അടിസ്ഥാനം തന്നെ റിയ ആണ്. അങ്ങനത്തെ അമല് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സ്വീകരിക്കപ്പെടുന്നല്ല, അവന്റെ അമല് ബാത്തിലാണ്. രണ്ടാമത്തത് അമലിന്റെ ഇടയിലേക്ക് റിയ കടന്നു വരികയും എന്നാൽ അതിനവൻ തടയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവന്റെ അമൽ അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ്? സ്വീകരിക്കപ്പെടുന്നതാണ്. പക്ഷെ റിയ കടന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ പ്രതിഫലത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്നു. മൂന്നാമത്തത് റിയ കൊണ്ട് അമൽ അവസാനിപ്പിക്കപ്പെട്ടു. അതാണ് മൂന്നാമത്തെ അവസ്ഥ. അവിടെയും അവന്റെ അമല് സ്വീകരിക്കപ്പെടുന്നതല്ല, ബാത്തിലാണ്. قال الإمام النجدي رحمه الله: باب من الشرك إرادة الإنسان بعمله الدنيا. من الشرك إرادة الإنسان بعمله الدنيا. ഒരു മനുഷ്യൻ അവന്റെ അമല് കൊണ്ട് ദുനിയാവിനെ ആഗ്രഹിക്കുക, ദുനിയാവിനെ ഉദ്ദേശിക്കുക എന്നുള്ളത് ശിർക്കിൽപ്പെട്ടതാണ്. ഒരുവൻ അവന്റെ അമല് കൊണ്ട് ദുനിയാവിനെ ഉദ്ദേശിക്കുക, അത് ശിർക്കിൽപ്പെട്ടതാണ്. ويسمى هذا شرك الإرادة. المراد به شرك الإرادة. شرك الإرادة എന്നാണ് പറയാ. ധാരാളം നിയ്യത്തിൽ സംഭവിക്കുന്ന ശിർക്ക്, അല്ലെങ്കിൽ അവിടെ ഉദ്ദേശത്തിൽ സംഭവിക്കുന്ന ശിർക്ക്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ ബാബും തമ്മിലുള്ള മുനാസബത്ത് എന്താണ്? അത് റിയാന്റെ ബാബാണെങ്കിൽ ഈ ബാബ് തമ്മിലുള്ള മുനാസബ, ആദ്യത്തെ റിയാന്റെ ബാബ് എന്ന് പറഞ്ഞാൽ അവിടെ ജനങ്ങളുടെ സന അല്ലെങ്കിൽ മദ്ഹ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ റിയായിൽ ജനങ്ങളുടെ മദ്ഹ്, ജനങ്ങളുടെ പുകഴ്ത്തല് ആണ് ഉദ്ദേശിക്കുന്നത് അമല് കൊണ്ടവൻ. ഇവിടെ ജനങ്ങൾക്കിടയിൽ റിഫ അല്ലെങ്കിൽ ദുന്യവിയായിട്ടുള്ള ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണം, അതാണ് ഈ ബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനശ്ശിർക്ക് ഇറാദത്തുൽ ഇൻസാൻ ബിഅമലിഹി അദ്ദുനിയ. റിയ എന്നത് ഈ ബാബിലേക്ക് കടന്നു വരും. യദ്ഖുൽ ഫീ ഇറാദത്തിൽ ഹയാത്തി ദുനിയ. ദുന്യവിയായിട്ടുള്ള ഹയാത്തിനെ അവൻ അവന്റെ അമല് കൊണ്ട് ഉദ്ദേശിക്കുന്നു, അതിലേക്ക് റിയ കടന്നു വരും. قال وقول الله تعالى: من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. من كان يريد الحياة الدنيا وزينتها. ആരാണോ ദുനിയാവിന്റെ ജീവിതത്തെ, അതിന്റെ അലങ്കാരത്തെ, അതിന്റെ സീനത്തിനെ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്കത് നിറവേറ്റി കൊടുക്കുന്നതാണ്. അതിൽ യാതൊരു
കുറവും അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുന്നതല്ല. അല്ലാഹു ഈ ദുനിയാവിയായിട്ടുള്ള ജീവിതത്തിന്റെ അലങ്കാരത്തെ, ദുനിയാവിയായിട്ടുള്ള ജീവിതത്തെയാണ് ഒരുവൻ തന്റെ അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് തന്നെ അത് അവന് നിറവേറ്റി കൊടുക്കും. أولئك الذين ليس لهم في الآخرة إلا النار. എന്നാൽ പരലോകത്ത് ആഖിറത്തിൽ അവനാ ചെയ്ത അമല് കൊണ്ട് യാതൊരു പ്രതിഫലം ലഭിക്കുന്നതല്ല, മാത്രമല്ല നരകമല്ലാതെ മറ്റൊന്നും അവന് കിട്ടാനില്ല. وحبط ما صنعوا فيها. അതായത് അവിടെ ദുനിയാവിൽ അവന് ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും ബാത്തിലായി പോകും, പാഴായി പോകും. വബാത്തിലും മാ കാനൂ യഅമലൂൻ. ദുനിയാവിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ അമലുകളും ഫലമില്ലാത്ത അമലുകളായി, ശൂന്യമായി പൊളിഞ്ഞുപോയി. قال الإمام مجاهد رحمه الله: هو الرجل يعمل العمل الصالح يريد به الدنيا. അപ്പോൾ ഈ ആയത്ത് അതിനെ സംബന്ധിച്ച് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇത് സ്വാലിഹായ ഒരു മനുഷ്യൻ, അല്ല ഒരു മനുഷ്യൻ അവന് സ്വാലിഹായ അമൽ ചെയ്യുന്നു. ദുനിയാവിൽ സ്വാലിഹായ അമലുകൾ ചെയ്യുകയാണ് വ്യക്തി. പക്ഷെ ആ അമൽ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ദുനിയാവ് മാത്രമാണ്. ദുനിയാവിൽ എന്തെങ്കിലും നേട്ടങ്ങളോ, ദുനിയാവിയായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും അലങ്കാരങ്ങളോ, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും സ്ഥാനങ്ങളോ ആണ് ആ അമൽ സ്വാലിഹാത്ത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആഖിറത്തിൽ അവന് നരകം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉദ്ദേശിച്ചത് എന്താണ്? അത് ദുനിയാവിൽ നൽകും. യുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ ഐ നുഅതീഹിം അജ്റഹും ഫിദ്ദുനിയ. അവന് ദുനിയാവിലാ ചെയ്ത പ്രവൃത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകും, അതിന്റെ അജ്ർ നൽകും. അല്ലെങ്കിൽ അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നൽകും, അല്ലെങ്കിൽ അതിന്റെ ചിലത് നൽകും. മൊത്തമായി കൊണ്ടല്ലെങ്കിൽ അതിന്റെ ചിലത് നൽകും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ദുനിയാവിൽ അവര് ഒരു പോരായ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വരുത്തുന്നതല്ല. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ ഫിദ്ദുനിയ. എന്നാൽ ആഖിറത്തിലാണെങ്കിൽ ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ. ദുനിയാവിൽ അവർക്ക് ലാ യനാലൂന ഇല്ലാ നാറ ജഹന്നം ഫിൽ ആഖിറ. ആഖിറത്തിൽ നരകമല്ലാതെ മറ്റൊന്നും തന്നെ അവർക്ക് ലഭിക്കുന്നതല്ല. എന്തുകൊണ്ടാണ്? ലിഅന്നഹും അഫ്സദു അമലഹും സാലിഹ് ബിർരിയാഇ വഇറാദത്തി ദുനിയ. കാരണം അവരുടെ സാലിഹായ അമലുകളെ മൊത്തം ഫസാദാക്കി കളഞ്ഞു. അവരുടെ റിയാ കൊണ്ടും ആ അമൽ കൊണ്ട് അവർ ദുനിയാവിനെ ഉദ്ദേശിച്ചത് കൊണ്ട്. അവർ ദുനിയാവിൽ അമൽ സ്വാലിഹാത്ത് പ്രവർത്തിച്ചവരാണ്. സ്വാലിഹായ അമലുകൾ തന്നെയാണ് അവർ പ്രവർത്തിച്ചത്. അതിന് ആയത്ത് തെളിവാണ്. മൻ കാന യുരീദു അൽ ഹയാത ദുനിയ വസീനതഹ നുവഫി ഇലൈഹിം അഅമാലഹും. അവരുടെ അമലുകൾ എന്താണ്? സ്വാലിഹായ അമലുകളാണ്. എന്താണ് അതിന് തെളിവ്? ഈ ആയത്തിൽ തന്നെ ഉണ്ട്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു വഹബിത മാ സനഉ ഫീഹാ. അവർ ദുനിയാവിൽ ചെയ്ത പ്രവൃത്തികളെല്ലാം പാഴായിപ്പോയി. സ്വാലിഹായ അമലുകളാണ് പാഴായി പോകുന്നത്. നേരെ മറിച്ച് സ്വാലിഹല്ലാത്ത തിന്മകളാണ് അവർ ചെയ്തതെങ്കിൽ അത് പാഴായിപ്പോയി എന്ന് പറയേണ്ടതില്ല. അപ്പൊ അവര് ദുനിയാവിൽ ചെയ്തിരുന്നത് സ്വാലിഹായ അമലുകളായിരുന്നു. പക്ഷേ അവരുടെ റിയാ കൊണ്ടും ആ അമലുകൾ കൊണ്ട് അവർ ദുനിയാവിനെ ഉദ്ദേശിച്ചത് കൊണ്ടും അവരുടെ അമലുകളെല്ലാം ഫസാദായി. പിന്നെ ആഖിറത്തിൽ അവന് നരകം മാത്രമാണുള്ളത്. قال وحبط ما صنعوا فيها أي في الدنيا وباطل ما كانوا يعملون. لا يحبط للعمل الصالح. أما العمل الفاسد السرقة والربا والشرك وهذا عمل فاسد من أصله. طيب. അപ്പോൾ സ്വാലിഹായ അമലുകൾ പാഴായി പോകാനുള്ള സബബ് എന്താണ്? മനുഷ്യൻ അതുകൊണ്ട് അവന്റെ ദുനിയവിയായിട്ടുള്ള ജീവിതത്തെയാണ് ഉദ്ദേശിച്ചത്. ദുനിയവിയായിട്ടുള്ള അലങ്കാരങ്ങളെയാണ് അവർ ഉദ്ദേശിച്ചത്. ഖാല ഇറാദത്തുൽ ഹയാത്തി ദുനിയ ഫി ഉമൂർ.
ഒരു വ്യക്തി അവന്റെ അമല് കൊണ്ട് ദുനിയാവിനെ അല്ലെങ്കിൽ ദുനിയവിയായിട്ടുള്ള ഹയാത്തിനെ ഉദ്ദേശിക്കുക എന്നുള്ളത് പല കാര്യങ്ങളെ കൊണ്ട് സംഭവിക്കാം. ഒരുവൻ അവന്റെ അമല് കൊണ്ട് ദുനിയവിയായിട്ടുള്ള ജീവിതത്തെ അവൻ ഉദ്ദേശിക്കുക എന്നുള്ളത് പല കാര്യങ്ങളെ കൊണ്ട് സംഭവിക്കും. ഒന്ന്, ഇറാദത്തു സനാഇൻ നാസ്, അവൻ ചെയ്യുന്ന അമല് കൊണ്ട് ജനങ്ങളുടെ മദ്ഹ് അല്ലെങ്കിൽ സന, അവരുടെ പുകഴ്ത്തൽ, അവരുടെ സ്തുതി ഉദ്ദേശിക്കുക. ജനങ്ങൾ തന്നെ പുകഴ്ത്തണം. ഈ അമലിന്റെ പേരിൽ ജനങ്ങൾ എന്നെ പുകഴ്ത്തി സംസാരിക്കണം, ജനങ്ങൾ എന്നെ സ്തുതിക്കണം. അതാണ് കഴിഞ്ഞ ബാബിൽ നമ്മൾ പറഞ്ഞ റിയ. അങ്ങനെ റിയ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അവൻ ചെയ്യുന്ന അമല് കൊണ്ട് ദുനിയാവിനെ ഉദ്ദേശിക്കലാണ്. രണ്ടാമത്തത് ഇറാദത്തു റിഫ ബൈനന്നാസ് വശുഹറ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകണം, ജനങ്ങൾക്കിടയിൽ പദവി, ഉന്നതമായ സ്ഥാനം കിട്ടണം എന്നൊരുവൻ അവന്റെ അമല് കൊണ്ട് ഉദ്ദേശിച്ചാൽ അത് ദുനിയാവിനെ ഉദ്ദേശിക്കലായി അമല് കൊണ്ട്. മൂന്നാമത്തത് ഇറാദത്തുൽ മാൽ അഗ്റദ് മിൻ അഗ്റാദി ദുനിയ കസൗജ ഇലാ ആഖിരി, അല്ലെങ്കിൽ ദുനിയവിയായുള്ള എന്തെങ്കിലും സമ്പത്ത് ഉദ്ദേശിക്കുക, അതല്ലെങ്കിൽ മറ്റ് ദുനിയവിയായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുക. അതിൽപ്പെട്ടതാണ് താൻ ചെയ്യുന്ന അമല് കൊണ്ട് ഒരു ഭാര്യയെ ലഭിക്കണം, ഒരു സ്ത്രീയെ ഭാര്യയായി ലഭിക്കണം, ആ ഉദ്ദേശത്തോടു കൂടി ഒരു വ്യക്തി സ്വാലിഹായ അമല് ചെയ്യുക. അതൊക്കെ അതുകൊണ്ട് ദുനിയാവ് ഉദ്ദേശിക്കുന്നതിൽ പെട്ടതാണ്. നാലാമത് അൽ മുനാഫസ, ലാ യുരീദു മിൻ അമലിഹി ഇല്ല അൽ മുനാഫസ അത്തനാഫുസ് ഫി ദുനിയ ഫഖത്, ദുനിയാവിൽ മത്സരിക്കുക, താൻ ചെയ്യുന്ന അമല് കൊണ്ട് മറ്റുള്ളവരോട് ദുനിയാവിൽ മത്സരിക്കുക. മാ യുരീദു ബിഹി വജ്ഹ അല്ലാഹ്, അവൻ ചെയ്യുന്ന അമല് സ്വാലിഹാത്ത് കൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ അല്ല അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തി അല്ല ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് തന്നെ പോലെ തന്നെ അമല് ചെയ്യുന്ന ആളോട് മത്സരിക്കണം. ഒരാൾ ഒരുപാട് സ്വതക്ക നൽകുന്നു, അപ്പൊ ആ സ്വതക്കയുടെ കാര്യത്തിൽ മറ്റേ വ്യക്തിയെ ഞാൻ കടത്തി ഓട്ടണം, അയാളെക്കാൾ ഞാൻ മുന്നിലെത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ സ്വതക്ക നൽകുന്നത്. അപ്പൊ ദുനിയാവില് അവൻ അമല് സ്വാലിഹാത്ത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാൽ. നേരെ മറിച്ച് ആ കാര്യത്തിൽ മറ്റുള്ളവരോട് മത്സരിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ അത് ദുനിയാവിനെ ഉദ്ദേശിക്കലാണ് അമല് സ്വാലിഹാത്തുകൾ കൊണ്ട്. ഉദാഹരണത്തിന് യുരീദ് യഹ്ഫദുൽ ഖുർആൻ, ഖുർആൻ അവൻ ഹിഫ്ള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അവൻ എന്തിനാണ് ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നത്? തന്നെക്കാളും ആ കാര്യത്തിൽ ഹിഫ്ള് ചെയ്തിട്ടുള്ള വ്യക്തിയെ മുന്നിലെത്തണം, അവനേക്കാളും മുന്നിൽ എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി അവനോട് മത്സരിക്കണം. നേരെ മറിച്ച് അവൻ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടോ അല്ല. നേരെ മറിച്ച് മറ്റേ വ്യക്തിനേക്കാളും താനായിരിക്കണം ആ കാര്യത്തിൽ അഹ്സനായിട്ടുള്ളവൻ എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. ഇതെല്ലാം അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് ദുനിയാവ് ഉദ്ദേശിക്കുന്നതിൽ പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വഈദിൽ ആ താക്കീദിൽ അവൻ പെടും. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, അവർക്ക് അക്കൂട്ടർക്ക് ആഖിറത്തിൽ നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ ഫീഹാ, അവർ ദുനിയാവിൽ പ്രവർത്തിച്ച എല്ലാ അമലു സ്വാലിഹാത്തും പാഴായിപ്പോയി, ബാത്തിലായി. അപ്പൊ അതേസമയം തന്നെ അമലു സ്വാലിഹാത്തിന്റെ കാര്യത്തിൽ മുനാഫസ, മത്സരം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് തേടപ്പെടുന്ന സംഗതിയാണ്. വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ലാക്കിൻ അവിടെ ഒരു ഷർത്തുണ്ട്. എന്താണത്? മാൽ ഇഖ്ലാസ്, ഇഖ്ലാസോടുകൂടി. ഇഖ്ലാസോടുകൂടിയാണ് ഒരു വ്യക്തി അമലു സ്വാലിഹാത്ത് കൊണ്ട് മറ്റൊരുവനോട് മത്സരിക്കുന്നതെങ്കിൽ അത് തേടപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് തേടുന്നതാണ്. മാൽ ഇഖ്ലാസ്. طيب وفي ذلك فليتنافس المتنافسون. അങ്ങനത്തെ കാര്യങ്ങളിലാണ് മത്സരിക്കുന്നവൻ മത്സരിക്കേണ്ടത്. ഇഖ്ലാസോടുകൂടി, അമലു സ്വാലിഹാത്തിൽ ഇഖ്ലാസോടുകൂടി മത്സരിക്കാം. طيب من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها أي أن الله يعطيهم من الدنيا ومما يريدون. അങ്ങനെ ദുനിയാവിൽ അവരുദ്ദേശിക്കുന്നത് അല്ലാഹു തആല അവർക്ക് നൽകും. ആരാണോ ദുനിയവിയായിട്ടുള്ള ജീവിതത്തെ ഉദ്ദേശിക്കുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവരാഗ്രഹിക്കുന്നത് നൽകും, അവരുദ്ദേശിക്കുന്നത് നൽകും. ഇദാ അമില അൽ-അമൽ മിൻ അജ്ലി ദുനിയ യുഅതി അല്ലാഹ് യുഅതിഹി അല്ലാഹു ഫി ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല
അതേപോലെ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا മൻ കാന യുരീദുൽ ആജില ആരാണോ ആജിലത്തിനെ ഉദ്ദേശിക്കുന്നത് ആജിലത്ത് എന്ന് പറഞ്ഞാൽ ക്ഷണികമായത് അവിടെ ഉദ്ദേശം എന്താണ് ദുനിയാവ് എന്ന് പറയുന്നത് ക്ഷണികമായതാണ് പെട്ടെന്ന് അവസാനിച്ചു പോകുന്നതാണ് അതിനെ ആരാണോ ഉദ്ദേശിക്കുന്നത് അജ്ജൽനാ ലഹു ഫീഹാ അല്ലാഹു തആല പറയുന്നു അവർ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് അവിടെ വെച്ച് ദുനിയാവിൽ വെച്ച് നാം അവർക്ക് നൽകും വേഗത്തിൽ നൽകും ആരാണോ ദുനിയാവിനെ ഉദ്ദേശിക്കുന്നത് അവർക്ക് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം അത് എന്ത് ചെയ്യും വേഗത്തിൽ നൽകും ثم جعلنا له جهنم يصلاها مذموما مدحورا പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് എന്തായിരിക്കും ദുനിയാവ് കഴിഞ്ഞാൽ ആഖിറത്തിൽ നരകമായിരിക്കും അപ്പൊ ആരാണോ തൊലബുൽ ഇൽമ കൊണ്ട് ദുനിയാവ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമൽ സ്വാലിഹാത്ത് കൊണ്ട് ആരാണോ ദുനിയാവ് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ആ ദുനിയാവ് നൽകും എന്നർത്ഥമില്ല കാരണം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ് മാ നശാഉ ലിമൻ നുരീദു നാം ആർക്കാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് നാം നൽകുമെന്നാണ് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരാൾ തൊലബുൽ ഇൽമ ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടാണ് ദുനിയാവിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ ഇൽമ പഠിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദുനിയാവ് നൽകുമെന്ന് അർത്ഥമല്ല കാരണം അല്ലാഹു സുബ്ഹാനഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമാണ് ദുനിയാവ് നൽകുന്നത് ഇനി അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഉദ്ദേശിച്ച രീതിയിൽ ദുനിയാവ് നൽകിയാൽ തന്നെയും ആഖിറത്തിൽ അവന് നരകം മാത്രമാണ് قال رحمه الله وفي الصحيح أي في صحيح البخاري عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم تعيس عبد الدينار تعيس عبد الدرهم تعيس عبد الخميصة تعيس عبد الخميلة إن أعطي رضي وإن لم يعطى سخط تعيس وانتكس وإذا شيك فلانتقش طوبى لعبد آخذ بعنان فرسه في سبيل الله أشعث رأسه مغبرة قدماه إن كان في الحراسة كان في الحراسة وإن كان في الساقة كان في الساقة إن استأذن لم يؤذن له وإن شفع لم يشفع ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞു تعيس عبد الدينار ദീനാറിന്റെ അടിമ അവൻ നശിച്ചിരിക്കുന്നു ഐ ഹലക അവൻ നശിച്ചിരിക്കുന്നു تعيس عبد الدرهم ദിർഹമിന്റെ അടിമ അവൻ നശിച്ചിരിക്കുന്നു تعاس هي الذل والمهانة അവൻ അപമാനം അവൻ നാശം ദീനാറിന്റെ അടിമ അതുപോലെ തന്നെ ദിർഹമിന്റെ അടിമ الدينار من الذهب والدرهم من الفضة ദീനാർ എന്ന് പറയുന്നത് സ്വർണം കൊണ്ടാണ് ദിർഹം വെള്ളി കൊണ്ട് وتعيس عبد الخميصة الخميصة كساء أو كسوة غالية വളരെ വില പിടിച്ച വസ്ത്രമാണ് ഖമീസ അതിന്റെ അടിമ നശിച്ചിരിക്കുന്നു تعيس عبد الخميلة والخميلة كذلك വളരെ വില പിടിച്ച വസ്ത്രമാണ് هذا ليس فيه نقوش സാധാരണ നിലക്കുള്ള വസ്ത്രം എംബ്രോയിഡറികളൊന്നും ഇല്ലാത്ത നൂൽപ്പണികളൊന്നും ഇല്ലാത്ത വസ്ത്രം അതിന്റെ അടിമയെ നശിച്ചിരിക്കുന്നു ഇനി അത്തരത്തിലുള്ള ആളുകൾ ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ അതേപോലെ തന്നെ ഖമീസയുടെയും ഖമീലയുടെയും അടിമ അവരുടെ പ്രത്യേകത എന്താണ് അവർക്ക് ദുനിയാവ് നൽകപ്പെട്ടാൽ അവർ തൃപ്തിപ്പെടും
അവർക്ക് ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും നൽകപ്പെട്ടാൽ അവർ തൃപ്തിയുള്ളവരായിരിക്കും. വൈലം യുഖ്ത സഖിത്, ഇനി അവർക്ക് ദുനിയാവിൽ നിന്ന് നൽകിയിട്ടില്ലെങ്കിൽ അവര് ദേഷ്യപ്പെടും, കോപിക്കുന്നവരാവും. അവരതൃപ്തിയിലായിരിക്കും, സംതൃപ്തരായിരിക്കുന്നതല്ല. അതാണ് അത്തരത്തിലുള്ള ആളുകളുടെ സവിശേഷത, പ്രത്യേകത. അപ്പൊ ദീനാറിന്റെ അടിമെന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ഇദാ അഅത മിനദ് ദുനിയ റദിയ വഇൻ ലം യുഅത മിനദ് ദുനിയ സഖിത്. ദുനിയാവിൽ നിന്ന് അവർക്ക് നൽകപ്പെട്ടാൽ ഇദാ ഉഅതിയ റദിയ, ദുനിയാവിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നൽകപ്പെട്ടാൽ അവർ തൃപ്തിപ്പെടും. ഇനി ദുനിയാവിൽ നിന്ന് ഒന്നും നൽകപ്പെട്ടില്ലെങ്കിൽ അവർ കോപിക്കുന്നവരാവും, അസംതൃപ്തരാവും. അതാണ് ദീനാറിന്റെ അടിമ, ദിർഹമിന്റെ അടിമ. തഈസ വൻതകസ് ഐ ലാ യുവഫഖ് ലിൽ ഹിദായ, അവർ ഹിദായത്തിന്റെ കാര്യത്തിൽ തൗഫീഖ് നൽകപ്പെടുകയില്ല. അവർക്ക് ഹിദായത്തിന്റെ കാര്യത്തിൽ അവർക്ക് തൗഫീഖ് നൽകപ്പെടുകയില്ല. വൈദാ ശീക ഫലൻ തഖശ്, ഇനി അവരുടെ കാലൊരു മുള്ള തറച്ചാൽ അത് പറിച്ചു മാറ്റാൻ അവർക്ക് സാധിക്കുന്നതല്ല. ആ കാര്യത്തിൽ അവര് ക്ഷീണിതരായിരിക്കും, അതിന് കഴിയാത്തവരായിരിക്കും. إذا ضربته الشوكة في رجله أو في يده لا يستطيع أخذها من العجز الذي أصابه. أو أنه إذا أصيب لا شفاه الله. വേറൊരർത്ഥമായിട്ട് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ ആ മുസീബത്തിൽ നിന്ന് രോഗമോ മറ്റോ ബാധിച്ചാൽ അല്ലാഹു തആല അവർക്ക് അതിൽ നിന്ന് ശിഫ നൽകുന്നതല്ല. ثم قال صلى الله عليه وسلم طوبى لعبد, ഒരടിമക്ക് തൂബയുണ്ട്. എന്താണ് തൂബ എന്ന് പറഞ്ഞാൽ ഖീല ഷജറത്തുൻ ഫിൽ ജന്ന വഖീല വഅദുൻ ബിൽ ഖൈർ വൽ ജന്ന. തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലൊരു മരമാണെന്ന് പറയപ്പെടുന്നു. അതേപോലെ ഖൈർ കൊണ്ടുള്ള വാഗ്ദാനമാണ് എന്നും പറയപ്പെടുന്നു, അല്ലെങ്കിൽ സ്വർഗമാണെന്നും പറയപ്പെടുന്നു. വൽ ഹദീസ് അന്നഹാ ഷജറ ഫിൽ ജന്ന ഫീഹി ളഅഫ്, അത് സ്വർഗത്തിലെ മരമാണെന്ന് പറയപ്പെടുന്ന ഹദീസുണ്ട്. ആ ഹദീസ് ദുർബലമാണ്. വൽ ഹദീസു കമാ തറ മിൻ തരീഖ് ദറാജ അബിൽ ഹൈസം വഹിയ സിൽസില ളഈഫ. തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്, അല്ലെങ്കിൽ ഖൈർ കൊണ്ടുള്ള വാഗ്ദാനമാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു, സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു. ആർക്കാണ്? ലിഅബ്ദിൻ, ഒരടിമക്ക്. ആഖിദിൻ ബിഇനാനി ഫറസിഹി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവൻ ഒരു കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നു. ആശഅസ റഅസുഹു, അവന്റെ മുടി ജട പിടിച്ചിട്ടുണ്ട്. മുഗബ്ബറത്തിൻ ഖദമാഹു, അവന്റെ രണ്ട് കാലുകളും പൊടി പുരണ്ടതാണ്. ഈ ഹദീസിൽ രണ്ട് തരത്തിലുള്ള രണ്ട് വിഭാഗം ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് ദീനാറിന്റെ അടിമ, അല്ലെങ്കിൽ ദിർഹമിന്റെ അടിമ. അവര് ദുനിയാവിന്റെ കാര്യത്തിൽ വളരെ ഉത്സാഹം കാണിക്കുന്നവരാണ്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി തേടുന്നവരാണ്. അവരുടെ ഉന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ വജ്ഹാണ്. അതാണ് സ്വാലിഹായ മുഖ്ലിസായ അള്ളാഹുവിന്റെ ഒരു അടിമ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തത് സ്വർഗമാണ്. തൂബാ ലിഅബ്ദിൻ ആഖിദിൻ ബിഇനാനി ഫറസിഹി ഫീ സബീലില്ലാഹ് ഐ ഫിൽ ജിഹാദ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിൽ ഒരു കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ചവനാണ്. അവന്റെ മുടി ജട പിടിച്ചിരിക്കുന്നു, അവന്റെ കാലുകള് മണ്ണുകൊണ്ട് പൊടി പുരണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ലാ യുബാലി ബിദ്ദുനിയ വലാ ബിദ്ദീനാർ വദ്ദിർഹം, ദുനിയാവിന്റെ കാര്യത്തിലോ ദീനാറിന്റെ ദിർഹമിന്റെ കാര്യത്തിലോ സ്വത്തിന്റെ സമ്പത്തിന്റെ കാര്യത്തിലോ ശ്രദ്ധിക്കാത്ത ആളുകളാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തി മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇൻ കാന ഫിൽ ഹിറാസ കാന ഫിൽ ഹിറാസ,
ഇനി അവർക്ക് ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് ചുമതല ഏൽപ്പിക്കപ്പെട്ടത് ഹിറാസയാണ്. അതായത് ഏറ്റവും മുന്നിലുള്ള സഫിൽ നിന്നുകൊണ്ട് ശക്തരായ പടയാളികളുടെ കൂടെ, ധൈര്യവാന്മാരായ പടയാളികളുടെ കൂടെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാനാണ് അവർ ചുമതലപ്പെടുത്തിയെങ്കിൽ അവർ യാതൊരു പ്രയാസവുമില്ലാതെ, യാതൊരു മടിയുമില്ലാതെ, പരാതിയൊന്നുമില്ലാതെ അവർ ആ കർത്തവ്യം ചെയ്യും. അവരുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്. ഇൻ കാന ഫിൽ ഹിറാസ കാന ഫിൽ ഹിറാസ വൈൻ കാന ഫിസ്സാഖ കാന ഫിസ്സാഖ. ഏറ്റവും പുറകിൽ ദുർബലരായ ആളുകളുടെ കൂടെ, സ്ത്രീകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ ഏറ്റവും പിന്നണിയിലാണ് അവർക്ക് ചുമതലയേൽപ്പിക്കപ്പെട്ടത് എങ്കിൽ അവർ യാതൊരു മടിയും കൂടാതെ, എതിർപ്പും കൂടാതെ ആ ജോലി ഏറ്റെടുക്കും. അവിടെ അവരുടെ ഉദ്ദേശം എന്തുമാത്രമാണ്? അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവര് ഈ പറയപ്പെടുന്ന ഏത് കർത്തവ്യം അവർ ഏറ്റെടുക്കും, അത് ഭംഗിയായിക്കൊണ്ട് ചെയ്യും. ആ കാര്യത്തിൽ അവർ വളരെ വിനയമുള്ള ആളുകളാണ്. ഒരിക്കലും അവര് ജനങ്ങളിൽ നിന്നുള്ള മദ്ഹോ അല്ലെങ്കിൽ ജനങ്ങളുടെ അടുക്കൽ പ്രശസ്തിയോ ഒന്നും തന്നെ അവർ ആഗ്രഹിക്കുന്നതില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹും അവന്റെ തൃപ്തിയും മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇനിസ്തഅദന ലം യുഅദൻ ലഹ്. ഇനി അവർ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുവാദം നൽകപ്പെടുകയില്ല. വൈൻ ശഫഅ ലം യുശഫഅ. അവർ ശുപാർശ പറഞ്ഞാൽ ആ ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല. അതായത് അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതല്ല. കാരണം ജനങ്ങൾക്കിടയിൽ അവർ അറിയപ്പെട്ടവരായിരിക്കില്ല. ഇബാദത്തിന്റെ കാര്യത്തിൽ മറ്റും അവര് അങ്ങേയറ്റം വിനയമുള്ളവരും ജനങ്ങളിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് ജനങ്ങളെ കാണിക്കാതെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുമായിരിക്കും. അതുകൊണ്ട് അവർ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ആളുകളായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല. ജനങ്ങൾക്കിടയിൽ ശഫാഅത്ത് പറഞ്ഞാൽ ശഫാഅത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഇപ്പൊ രണ്ടു തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്നാമത്തെ ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ. അവൻ നഫ്സ് അഹങ്കരിക്കുന്ന നഫ്സായിരിക്കും. ജനങ്ങളിൽ ഏറ്റവും ഉന്നതനായിരിക്കണം ഞാൻ, ഉന്നതമായ സ്ഥാനം, ഉന്നതമായ പദവി തനിക്കുണ്ടായിരിക്കണം, അങ്ങനെ ഉദ്ദേശത്തോടു കൂടിയുള്ള നഫ്സായിരിക്കും അവന്റെ നഫ്സ്. അങ്ങനെ ദുനിയാവിൽ നിന്ന് അവന് നൽകപ്പെട്ടാൽ അവൻ തൃപ്തിയുള്ളവനായിരിക്കും. ഇനി അത് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ കോപിക്കും, അസംതൃപ്തനായിരിക്കും. അത് മുനാഫിക്കീങ്ങളുടെ ഹാലിൽപ്പെട്ടതാണ്. മുനാഫിക്കീങ്ങളുടെ അവസ്ഥയാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കീങ്ങളെ പറ്റി പറഞ്ഞു, ദുനിയാവിൽ നിന്ന് അവർക്ക് നൽകപ്പെടുന്ന പക്ഷം റദു, അവർ തൃപ്തിപ്പെടും. വൈലം യുഅ്തൂ മിൻഹാ, ദുനിയാവിൽ നിന്ന് അവർക്കൊന്നും നൽകപ്പെട്ടില്ലെങ്കിലോ ഇദാഹും യസ്ഖതൂൻ, അവര് ദേഷ്യപ്പെടും, കോപിക്കുന്നവരാവും. വലൗ അന്നഹും റദൂ മാ ആതാഹുമുല്ലാഹു വറസൂലുഹു വഖാലൂ ഹസ്ബുനല്ലാഹു സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ. അല്ലാഹുവും അവന്റെ റസൂലും കൊടുത്തതിൽ തൃപ്തിപ്പെടുകയും എന്നിട്ട് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു തആല മതിയായവനാണ്, സയുഅ്തീനല്ലാഹു മിൻ ഫദ്ലിഹി വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഞങ്ങൾക്ക് തന്നുകൊള്ളും അവരുടെ അനുഗ്രഹത്തിൽ നിന്ന് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇന്നാ ഇലല്ലാഹി റാഗിബൂൻ, തീർച്ചയായും അവർ അല്ലാഹുവിലേക്കാണ് ആഗ്രഹങ്ങളെ തിരിക്കുന്നത് എന്ന് അവർ പറയുകയും ചെയ്താൽ അത് എത്ര നന്നായിരുന്നേനെ. അതാണ് രണ്ടു വിഭാഗം ആളുകൾ. അല്ലാഹു അവന്റെ റസൂൽ എന്താണോ നൽകിയത് അതിലത് തൃപ്തിപ്പെടും. എന്നിട്ട് അവർ പറയും ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു തആല മതി. അല്ലാഹുവും അവന്റെ റസൂൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അതേപോലെ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾക്ക് മതി, ഞങ്ങളെ തൃപ്തിപ്പെടുന്നവരാണ്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹുവിലേക്കാണ് ഞങ്ങൾ തിരിക്കുന്നത് എന്ന് പറയുന്നവരും. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുള്ള വിഭാഗം ആളുകൾ മുനാഫിക്കീങ്ങളുടെ സ്വഭാവത്തിലാണ്. ദുനിയാവിൽ നൽകപ്പെട്ടാൽ തൃപ്തിപ്പെടുകയും ഇല്ലെങ്കിൽ ദേഷ്യപ്പെടുകയും ചെയ്യുന്നവർ. فهذا الفرق بين الذي يريد الحياة الدنيا والذي لا يريدها. الذي يريد الحياة الدنيا تراه إن أعطي منها رضي وإن لم يعط منها سخط، خاصة من الصدقات.
ഇത്തരത്തിൽ ദുനിയാവിന്റെ കാര്യത്തിൽ നൽകപ്പെട്ടു കഴിഞ്ഞാൽ അവർ തൃപ്തിപ്പെടും, ഇല്ലെങ്കിൽ കോപിക്കും. പ്രത്യേകിച്ച് സ്വതക്കയുടെ കാര്യത്തിൽ. ഇപ്പൊ ചില ആളുകൾക്ക് സ്വതക്ക നൽകപ്പെട്ടു, ചില ആളുകൾക്ക് സ്വതക്ക നൽകപ്പെട്ടില്ല. അപ്പൊ അവർ പറയും, എന്താണ് എനിക്ക് സ്വതക്ക നൽകപ്പെടാത്തത്? ഞാനൊരു താലിബുൽ ഇൽമാണല്ലോ, എനിക്കെന്താണ് സ്വതക്ക മറ്റുള്ളവർക്ക് നൽകപ്പെടുന്നു? ചില ആളുകൾ അതിന്റെ പേരിൽ ദേഷ്യപ്പെടും, നിരാശപ്പെടും. അങ്ങനെ സുന്നത്തുകളൊക്കെ ഒഴിവാക്കും, ചില സുന്നത്തുകളൊക്കെ ഉപേക്ഷിക്കും. ചിലപ്പോൾ തൊലബുൽ ഇൽമ തന്നെ ഉപേക്ഷിക്കും. തനിക്ക് മാത്രം എന്തുകൊണ്ട് സദക്ക നൽകപ്പെടുന്നില്ല, മറ്റുള്ളവർക്ക് നൽകപ്പെടുന്നു? അത് മുനാഫിഖീങ്ങളുടെ ലക്ഷണമാണ്. അതേപോലെ തന്നെ ചില ആളുകൾ ആളുകളെ സ്തുതിക്കുന്നില്ല, തന്നെ പുകഴ്ത്തുന്നില്ല എന്നതിന്റെ പേരിൽ ചില സുന്നത്തുകളൊക്കെ ഉപേക്ഷിച്ചു പോകും. ചിലപ്പോൾ ദീൻ ഉപേക്ഷിക്കും, ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ ഉപേക്ഷിക്കും. താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ, അമൽ സ്വാലിഹാത്തുകളുടെ പേരിൽ തന്നെ ആളുകൾ സ്തുതിക്കുന്നില്ല എന്ന് കണ്ടാൽ ചിലപ്പോൾ ചെയ്യുന്ന അമൽ സ്വാലിഹാത്തുകൾ ഉപേക്ഷിച്ചു പോകും, സുന്നത്ത് ഉപേക്ഷിക്കും, ദീൻ ഉപേക്ഷിക്കും. ഇതൊരു രോഗമാണ്. അപ്പോൾ അവർ പറയും, എൻ്റെ ഖദർ, എൻ്റെ വില എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിലുള്ള രോഗമാണ്, കൽബിനെ ബാധിക്കുന്ന രോഗത്തിൽപ്പെട്ടതാണ്. ഇത്തരത്തിൽ രോഗമുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് രോഗമാണ്, അതിന് സ്വന്തം നഫ്സിന് ചികിത്സ വേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആഫിയത്ത് ചോദിക്കുക. ഇതെല്ലാം ഒരു വ്യക്തി അവന്റെ സാലിഹായ അമൽ കൊണ്ട് ദുനിയാവിനെ ഉദ്ദേശിക്കുന്നതിൽപ്പെട്ടതാണ്. ജനങ്ങളിൽ നിന്നുള്ള മദ്ഹ്, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും നേട്ടങ്ങൾ, ഇതെല്ലാം അമൽ സ്വാലിഹാത്ത് കൊണ്ട് ദുനിയാവ് ആഗ്രഹിക്കുന്നതിൽപ്പെട്ടതാണ്. النبي صلى الله عليه وسلم كما جاء عن أنس بن مالك رضي الله عنه عند الإمام أحمد كان يقول اللهم إني أعوذ بك من الفقر والكفر والشرك والنفاق والسمعة والرياء. رسول الله صلى الله عليه وسلم ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഫഖറിൽ നിന്ന്, ദാരിദ്ര്യം, പട്ടിണി, അതിൽ നിന്നും, കുഫറിൽ നിന്നും, ഷിർക്കിൽ നിന്നും, നിഫാഖിൽ നിന്നും, അസ്സുംഅ വരിയാ, റിയായിൽ നിന്നും, സുംഅയിൽ നിന്നും. ജനങ്ങൾ തന്നെ കുറിച്ച് നല്ലത് സംസാരിക്കുന്നത് കേൾക്കുക, അതാണ് സുംഅ, അത് ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ റിയാ, ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല അമലുകൾ ചെയ്യുക, അമലുകൾ ഭംഗിയാക്കുക. ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയോട് അഭയം തേടിയിരുന്നു. യസ്തഈദു ബില്ലാഹി മിനസ് സുംഅത്തി ലാ തഅമൽ മിൻ അജ്ലിൻ നാസ് വലാ യൻഫഉനക വകുല്ലമാ കാന അമലുക മിൻ അജ്ലിൻ നാസ് ലം യുബാറക് ലഹു ഫീ. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വ്യക്തി അമൽ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നിനക്ക് ഉപകാരപ്പെടുകയില്ല, ജനങ്ങൾ ആ കാര്യത്തിൽ നിനക്ക് ഉപകാരം കൊണ്ടുവരികയുമില്ല. എന്ന് മാത്രമല്ല, ആ അമലിൽ നിനക്ക് അല്ലാഹു തആല ബറക്കത്ത് നൽകുന്നതല്ല. നീ ജനങ്ങളുടെ മദ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണോ ഒരു അമൽ ചെയ്യുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമലിൽ നിനക്ക് ബറക്കത്ത് നൽകുന്നതല്ല, ആ അമൽ കൊണ്ട് ജനങ്ങൾക്കും ബറക്കത്ത് നൽകപ്പെടുന്നതല്ല. എത്രയും വേഗത്തിൽ നിന്റെ ആ അമലിനെ ജനങ്ങൾ മറന്നുപോകും, നിന്നെയും ജനങ്ങൾ മറന്നുപോകും. എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ മദ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നീ ഒരു അമൽ ചെയ്യുന്നതെങ്കിൽ എത്രയും വേഗത്തിൽ ജനങ്ങൾ നിന്നെ ആക്ഷേപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണ് നീ അമൽ ചെയ്യുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമലിൽ നിനക്ക് ബറക്കത്ത് നൽകും, ആ അമൽ ബാക്കിയാകുകയും ചെയ്യും, അതിന്റെ അസറുകൾ ബാക്കിയാകും, അത് നിലനിൽക്കും. ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞതുപോലെ മാ കാന ലില്ലാഹി ദാമ വത്തസൽ വമാ കാന ലിഗൈരില്ലാഹി ഇൻഖത വൻഫസൽ. അല്ലാഹു തആലയ്ക്ക് വേണ്ടിയുള്ളതാണോ അത് എന്നും നിലനിൽക്കും, അത് തലമുറകൾ കഴിഞ്ഞാലും കൈമാറ്റം വന്ന് ബാക്കിയാകും. എന്നാൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടിയല്ലാത്ത അമലുകൾ, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ, അത് മുറിയപ്പെടും. അതിന് ബന്ധം അറ്റുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ചെയ്യുന്ന അമലുകൾ മാത്രമാണ് നിലനിൽക്കുക. അതെല്ലാം ഏത് അമലാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അത് നിലനിൽക്കും, അല്ലാത്തത് മുറിയപ്പെടും. ഇപ്പൊ ചില ആളുകൾ ദുനിയാവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എത്ര അമലുകൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ജനങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുകയില്ല. അവരെ കുറിച്ചുള്ള ദിക്ർ മുറിഞ്ഞു പോയിട്ടുണ്ടാവും.
അപ്പോൾ നമുക്കറിയാം, രാജാക്കന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിയ വലിയ രാജാക്കന്മാരും നേതാക്കന്മാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവർ മരണപ്പെട്ടതോടുകൂടി അവരുടെ ദിക്റും കഴിഞ്ഞുപോയി. അവരെക്കുറിച്ച് ആരും പരാമർശിക്കപ്പെടുന്നില്ല, ഒന്നുമില്ല. കാരണം അവരെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ളത് ദീനിന്റെ പേരിലല്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് ഉദ്ദേശിച്ചിട്ടോ അല്ല, നേരെ മറിച്ച് ജനങ്ങളുടെ മദ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അങ്ങനെ അവരുടെ ദിക്റും അതോടുകൂടി മുറിഞ്ഞു പോകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രവൃത്തികൾ അവർക്ക് ബറക്കത്ത് നൽകിയിട്ടില്ല. ഇഖ്ലാസോടുകൂടി ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയായിരിക്കില്ല ആ രാജാക്കന്മാർ ആ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ദിക്ർ മുറിഞ്ഞുപോയി. നേരെ മറിച്ച് ആരാണോ തന്റെ അമലിൽ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അമൽ ചെയ്തത്, അവന്റെ ദിക്ർ ബാക്കി നിൽക്കും. അവനെ സംബന്ധിച്ചിട്ടുള്ള ദിക്ർ ബാക്കിയാകും. അവര് ജനങ്ങൾ സംസാരിക്കുമ്പോൾ ജനങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും റഹിമഹുല്ലാ, അല്ലെങ്കിൽ അലൈഹി റഹ്മത്തുല്ലാ, അള്ളാഹുവിന്റെ റഹ്മത്ത് അദ്ദേഹത്തിന് മേലുണ്ടാകട്ടെ. ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പേര് പറയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പേര് പറയപ്പെടാത്ത ഒരു ഇൽമിന്റെ സദസ്സ് പോലും ഉണ്ടായിരിക്കുന്നതല്ല. പറയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റഹ്മത്തിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. അദ്ദേഹത്തിന്റെ ആ ദിക്ർ എന്നെന്നും ബാക്കി നിൽക്കും. ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹം അജമി ആയിരിക്കെ തന്നെ അദ്ദേഹത്തെ ഒരു തട്ടിലും, അതുപോലെ തന്നെ ബാക്കി ഉള്ള അറബികളായിട്ടുള്ള 1000 രാജാക്കന്മാർ ഒരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇമാം ബുഖാരിയുടെ തട്ടിനാണ് കനം തൂങ്ങുക. ഇമാം ബുഖാരിയുടെ തട്ടിന് തന്നെയാണ് കനം തൂങ്ങുക. നേരെ മറിച്ച് രാജാക്കന്മാരാണെങ്കിൽ അവരെ ഒരാളും തന്നെ ദിക്ർ ചെയ്യുന്നതല്ല. എന്നാൽ ബുഖാരി റഹിമഹുല്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേര് ജനങ്ങൾ എല്ലായ്പ്പോഴും ദിക്ർ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഇൽമിൽ നിന്ന് ഇപ്പോഴും ജനങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള മുഖ്ലിസീങ്ങളായ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അമൽ ചെയ്യുന്ന ബാക്കിയുള്ള ഉലമാക്കളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ്.